2026 വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം ബ്രസീൽ ആരാധകരുടെ കൊഴിഞ്ഞുപോക്കാണ്. അതായത് 2002 വെച്ച് നോക്കുമ്പോൾ 2002 സമയത്തൊക്കെ ഏകദേശം കേരളത്തിൽ 100 ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു 43 ആളുകളും ബ്രസീലിന്റെ ആരാധകരായിരുന്നു. പക്ഷെ ഇന്ന് ഏകദേശം അത് 27ലേക്ക് കുപ്പ് കുത്തിയിട്ടുണ്ട്. നമ്മൾ അതിന്റെ കാരണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അർജന്റീനന്റെ ആരാധകർ ഏകദേശം 2002 100 ഒരു 55 ആളുകളുടെ 52 ആളുകളും ഇന്നുണ്ട്. അതിൽ 3% ആളുകൾ ആ ട്രോഫി വരൾച്ച കാരണം പതിയെ പതിയെ വിട്ടുപോയതാണ്. അവർ ശരിക്ക് 2022 വട്ടത്തിലും നീളത്തിലും മൂഞ്ചി എന്നുള്ള കാര്യം ഒരു സംശയവുമില്ല. അപ്പൊ ഈ ബ്രസീലിന് എന്ത് സംഭവിച്ചു വെച്ചാല് 2002 സമയത്തൊക്കെ അവരുടെ പീക്ക് ടൈമില് N9 റൊണാൾഡോ, CR7 അല്ല, ഈ റൊണാൾഡോയും റിവാൾഡോ, റോബർട്ടോ കാർലോസ്, റൊണാൾഡീഞ്ഞുള്ള കാലത്തൊക്കെ അവര് നല്ലൊരു ഇതിൽ തന്നെയാണ്. പക്ഷെ പിന്നീട് കിരീടവാഴ്ച സംഭവിച്ചു. കിരീടം ഇല്ലാത്തൊരു സംഗതി ഉണ്ടാവുകയും, അതായത് ലോകകപ്പ്, മറ്റു കോപ്പ എന്തും കിട്ടിയിട്ടൊന്നും വലിയൊരു ഇതുണ്ടാവില്ല. അതേ സമയത്താണ് ഈ CR7 രംഗപ്രവേശനവും അതുപോലെ തന്നെ സ്പാനിഷ് ലീഗ് അതിഗംഭീരമായിട്ട് നാടുകളിലൊക്കെ സാധാരണ ചെറുപ്പക്കാരൊക്കെ കാണല് തുടങ്ങിയതും മെസ്സി റൊണാൾഡോ പോരാട്ടത്തിലേക്ക് ലോകം ഇതായത്. അങ്ങനെ പതിയെ പതിയെ ഉണ്ടായിരുന്നത് എന്താ വെച്ചാല് അർജന്റീന ഫാൻസിന് വലിയ ശോഷണമൊന്നും ഉണ്ടായില്ല. കാരണം മെസ്സിയെ പോലത്തെ ഇതിഹാസം അവിടെ ഉണ്ടായതും അങ്ങനെ ഒരു കാരണമായി. അവർക്ക് കിരീടം കിട്ടിയിട്ടില്ല എന്നുള്ളതൊക്കെ ശരിയാണ്. 2022 പിന്നെ കിട്ടുന്നത്. പക്ഷെ പോർച്ചുഗൽ ഫാൻസിന് 2002 ആരും ഇല്ലാന്ന് തന്നെ പറയാം. 2004 യൂറോയിലൊക്കെയാണ് നാട്ടിൻപുറത്ത് 1-2 ആൾക്കാരൊക്കെ അവരിതിലേക്ക് പാളി നോക്കല് തുടങ്ങിയത്. 2010 ആയപ്പോൾ ഒരു 100-ൽ 3% ആൾക്കാരെങ്കിലും പോർച്ചുഗൽ ഫാൻസിലേക്ക് എത്തി. 2006 18 6%, ഇന്നിപ്പോ എത്തി നിൽക്കേണ്ട ഒരു 7% ആളുകളെങ്കിലും മിനിമം ക്രിസ്ത്യാനോയുടെ ബലത്തിലാണെങ്കിൽ പോർച്ചുഗൽ ഫാൻസിൽ ഉണ്ട്. പക്ഷെ അവര് ക്രിസ്ത്യാനോയുടെ കാലശേഷം ഇല്ലാതാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങള്. ഇല്ലാതാകാൻ ചാൻസ് ഇല്ല. കാരണം പോർച്ചുഗൽ ടീം പറഞ്ഞപ്പോ അത്യാവശ്യം നിലവാരമുള്ള ഒരു ലോകോത്തര ടീമായി മാറിയിട്ടുണ്ട്. പിന്നെ അർജന്റീനക്ക് സംഭവിച്ചത്, അല്ല ബ്രസീലിന് സംഭവിച്ചത്, ഈ സ്പാനിഷ് ലീഗിൽ ഇത് കാരണം നാട്ടിൽ സ്പെയിനിന് എന്തുണ്ടായി, നല്ല ഒരു ആരാധകര് ഉണ്ടായി. 2010 വേൾഡ് കപ്പ് എടുക്കലും സ്വാഭാവികമായിട്ടും അതിൻ്റെതായ രീതിയിൽ അവർക്ക് ആളുകൾ കൂടി. അപ്പൊ ആ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് ശരിക്ക് ബ്രസീൽ ടീമിനാണ്, അർജന്റീനക്ക് അവിടെ സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റുള്ള ടീമുകൾ ഫ്രാൻസ് കുറെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കപ്പ് എടുക്കലും ഫൈനലെത്തലും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു 4% ആളുകൾ ഫ്രാൻസിലും ഉണ്ട്. അതുപോലെ തന്നെ ജർമ്മനിക്കും ഭേദപ്പെട്ട ഇതിൽ ഇതുണ്ടായി. അതുപോലെ തന്നെ യാതൊരു വളർച്ചയില്ലാത്തത്, ഒരു വലിയ വളർച്ച എന്ന് പറയാൻ പറ്റാത്തതുള്ളത് ഇംഗ്ലണ്ടിന് 2002 അത്യാവശ്യം ഫാൻ ബേസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വലിയൊരു വളർച്ച അവർ കാഴ്ചവെക്കുന്നില്ല. അതുപോലെ തന്നെ ജർമ്മനിക്കും ഭയങ്കരമായ ഒരു വളർച്ച ഇല്ലെങ്കിലും നാട്ടിൻപുറത്തൊക്കെ 100-ൽ 3% ആൾക്കാര് ജർമ്മനി ഫാൻസ് ഉണ്ട്. പക്ഷെ ഇറ്റലിക്കും ഇതുപോലെ വളരെ 2010 സമയത്തൊക്കെ 2% ആരാധകരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊരു സ്ഥിരത ഇല്ലായ്മ മറ്റും കാരണം കുറഞ്ഞ 1% ആളുകൾ ഇപ്പോഴും നാട്ടും പുറത്തുണ്ട്. അത് പലർക്കും പല വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും ഈ വിഷയത്തിലുള്ളത്. പക്ഷെ ഞാന് നാട്ടുപുറത്തൊക്കെ എല്ലായിടത്തും നടന്ന് ശരിക്ക് പഠിച്ചെടുത്തതാണ്. ഇപ്പൊ വെറും 27%, 100-ൽ 27% ബ്രസീൽ ഫാൻസിന്റെ ആളുകൾ നാട്ടിലുള്ളത്. അത് തന്നെ നെയ്മറിന് ഒരു പങ്കുണ്ട്, അത്രയെങ്കിലും പിടിച്ചു നിർത്തുന്നുണ്ട്. ഈ പ്രാവശ്യം മേ ബി ഇവരെ പോർച്ചുഗൽ എങ്ങാനും കപ്പടിച്ചാല് ഇതിൽ വലിയ ക്ഷീണം കൊടുങ്ങാനും ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ സ്പെയിനോ പോർച്ചുഗലോ മറ്റേതെങ്കിലും കപ്പെടുത്താല് ഇനി ഒരു അർജന്റീന ബ്രസീൽ പോരാട്ടത്തിനപ്പുറം അർജന്റീന മറ്റേതെങ്കിലും ഒരു ടീമിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാലും അത്ഭുതപ്പെടാനില്ല. ലോകക്രമത്തിൽ തന്നെ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.